കൊണ്ടോട്ടിയിലും കേരളത്തിലാകമാനവും UDFന്റെ പ്രവർത്തകർ അത്യുജ്വലമായൊരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലീൻ സ്വീപ്പായിരിക്കും ഇന്ന് കേരളത്തിൽ UDFനുണ്ടാവുക. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ UDF പ്രവർത്തകർ മനസ്സിൽ താലോലിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് വരാൻ വേണ്ടി പോകുന്നത്. അത്യുജ്വലമായ വിജയത്തോടുകൂടി UDF കേരളത്തിന്റെ അധികാരത്തിലേക്കെത്തും. കേരളത്തിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷം, ഒരു തമ്പിംഗ് മെജോറിറ്റി തന്നെ UDFനുണ്ടാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ 100 സീറ്റിലേക്ക് UDF എത്തും. ഒരു സംശയം അക്കാര്യത്തിലില്ല. ഉജ്ജ്വലമായ വിജയമായിരിക്കും. മലപ്പുറം ജില്ലയിൽ 16 സീറ്റും UDF വിജയിക്കും. കൊണ്ടോട്ടിയിലെ ജനങ്ങൾ നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. ഏതായാലും കൊണ്ടോട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷമായിരിക്കും. അത് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷങ്ങളിൽ ഒന്നായി മാറും. മലപ്പുറം കോൺഗ്രസ് സ്റ്റേഷനിലേക്ക് സ്ട്രോങ് റൂം തുറക്കുന്ന വിഷയത്തിൽ മീഡിയ അനുവദിച്ചിട്ടില്ല. മറ്റ് കോൺഗ്രസ് സ്റ്റേഷനടക്കം ജില്ലയിൽ തുറക്കുന്നിടത്ത് മീഡിയ അനുമതി നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ UDF പരാതി ഉന്നയിപ്പിച്ചിരുന്ന വിഷയം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ വീഴ്ചകൾ നിരവധിയാണ്. സ്ട്രോങ് റൂമിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ വോട്ടിംഗ് മെഷീനുകൾക്ക് നൽകുന്ന പരിഗണനയുടെ അതല്ലെങ്കിൽ അതിന്റെ ശ്രദ്ധയുടെ കാര്യത്തിലൊക്കെ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും പല രീതിയിലുള്ള ഇടപെടലുകളാണ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ അനുവദിക്കുകയും ഇവിടെ സ്ട്രോങ് റൂം അനുവദിക്കുമ്പോൾ അതിന്റെ വിഷ്വൽസ് എടുക്കാൻ സമ്മതിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ആളുകൾക്കിടയിൽ ആശങ്കകൾ ഉണ്ടാക്കും. ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ടത്, ഇത് ജനങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു പ്രക്രിയയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. അവിടെ പരമാവധി സുതാര്യമാവുകയും അവിടെ എല്ലായിടത്തും ഏജന്റുമാരെയും അതുപോലെ തന്നെ മീഡിയയും ഒക്കെ പ്രവേശിപ്പിച്ച് അതിന് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് ഡെലിവർ ചെയ്യുകയുമാണ് വേണ്ടത്. അത് നമ്മുടെ ജനാധിപത്യത്തെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും എന്തുകൊണ്ടും വലിയ ആത്മവിശ്വാസത്തിലാണ്. UDFന്റെ ഉജ്ജ്വലമായ വിജയമാണ് വരാൻ വേണ്ടി പോകുന്നത്.